ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ ഇന്ന് പഠിപ്പ് നിർത്തി സമരം ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിന്റെയും റോഡിന്റെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ ഇന്ന് പഠിപ്പ് മുടക്കി. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയത്. ആദ്യവർഷം ഉന്നയിച്ച ആവശ്യങ്ങൾ പോലും പഠനം പൂർത്തിയാക്കേണ്ട അവസാന വർഷത്തിലും അധികൃതർ സാധ്യമാക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ ബാച്ചായി ഇപ്പോൾ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് OT എന്ന് പറഞ്ഞ സംവിധാനം. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഫൈനൽ ഇയറിൻ്റെ പഠനത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. മറ്റു മെഡിക്കൽ കോളേജിലെ കുട്ടികൾ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പഠനം പൂർത്തിയാക്കുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവസാന വർഷം ആവശ്യമായ പ്രധാനപ്പെട്ട പല ലാബുകളും ഓപ്പറേഷൻ തിയേറ്ററുകൾ പോലും ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. കാലം മുതൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ അത് 3 വർഷത്തിലേറെയായിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ കാണുകയും കത്തുകൾ കൊടുക്കുകയും ചെയ്തതാണ്. ഇതുവരെ അതിനകത്ത് പരിഹാരമൊന്നും കണ്ടില്ല എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനൊരു മറ്റൊരു സമരത്തിലേക്ക് കൂടി കടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു കോളേജിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇന്റേണൽ റോഡ്സ്, ഒരു OT കോംപ്ലക്സ്, ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ വന്നന്ന് മുതൽ ആദ്യകാലങ്ങളിൽ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് സമരം ചെയ്തു. ഇപ്പോൾ ലെക്ചർ ഹാളിന് വേണ്ടിയിട്ടും റോഡ്സിന് വേണ്ടിയിട്ടും OT കോംപ്ലക്സിന് വേണ്ടിയിട്ടും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം നീറ്റ് എഴുതി കയറിയ കുട്ടികൾ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിപ്പോഴും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാത്തതുമൂലം ദുരിതമനുഭവിക്കുന്നതായും പല കുട്ടികൾക്കും വീണ് പരിക്കേറ്റതായും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. അതേസമയം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞുവെങ്കിലും വിശ്വാസയോഗ്യമല്ലെന്നും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ ഇടുക്കി.